നമസ്കാരം. പ്രധാന വാർത്തകൾ. നെന്മാറ ഇരട്ടക്കൊലപാതകം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ചെന്താമരയെ പോലീസ് പോത്തുണ്ടി ബോയൻ കോളനിയിലെത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പ് വൻ പോലീസ് സന്നാഹത്തോടെ. തൃശൂർ ചിറ്റാറ്റുകരയിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. മരിച്ചത് ആലപ്പുഴ സ്വദേശി ആനന്ദ്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് ഗുരുതര പരിക്ക്. ഇടഞ്ഞത് ബ്രഹ്മക്കുളം പൈങ്കിണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ചിറക്കൽ ഗണേശൻ. ബ്രൂവറി വിഷയം കത്തിനിൽക്കുന്ന എലപ്പുള്ളിയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് CPM നീക്കം. പഞ്ചായത്ത് ഭരണസമിതി ബ്രൂവറിക്കെതിരെ സ്വീകരിക്കുന്നത് ശക്തമായ നിലപാട്. 44 വർഷത്തോളം CPM ഭരിച്ച എലപ്പുള്ളി പഞ്ചായത്ത് കോൺഗ്രസ് പിടിച്ചെടുത്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അർഹരായവർക്കെല്ലാം ഭക്ഷ്യധാന്യം ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി GR അനിൽ. കൃത്യമായ അളവിലും തൂക്കത്തിലും റേഷൻ വിതരണം ചെയ്യുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. പറമ്പിക്കുളം ഗോത്രവർഗ മേഖലയിൽ ഇനി സഞ്ചരിക്കുന്ന റേഷൻ കടയിൽ. തൃശൂരിലെ കോൺഗ്രസ് തോൽവിയുമായി ബന്ധപ്പെട്ട KPCC റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ അനാവശ്യ വിവാദമുണ്ടാക്കുന്നു. KPCC റിപ്പോർട്ട് എന്തെന്നറിയാൻ ജനങ്ങൾക്ക് താൽപര്യമുണ്ടാകുമെന്നും സുനിൽകുമാർ. ഷൊർണൂർ കുളപ്പുള്ളിയിൽ വീടിനുള്ളിൽ വിവിധ ഭാഗങ്ങളിലായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവതി അറസ്റ്റ്. കുണ്ടന്നൂരിൽ അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച 27 കിലോ വെടിമരുന്ന് വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവാവ് ബൈക്ക് മോഷണ കേസിൽ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ട്രെയിനിൽ വെച്ച് തമിഴ്നാട് സ്വദേശിയുടെ മൊബൈൽ ഫോൺ കവർന്ന ഒഡീഷ സ്വദേശിയെ മണിക്കൂറുകൾക്കകം പിടികൂടി ഷൊർണൂർ റെയിൽവേ പോലീസ്. ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണം അവസാന ഘട്ടത്തിലേക്ക്. സ്റ്റാൻഡിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണവും പുരോഗമിക്കുന്നു. ഓങ്ങല്ലൂർ മഞ്ഞളുങ്കൽ കീഴായൂർ ലൗലി കോർണർ പാതയ്ക്ക് ശാപമോഷം. 1.5 കോടിയുടെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് DC ടാറിംഗ് തുടങ്ങി. വാർത്തകൾ വിശദമായി. നെന്മാറ ഇരട്ട കൊലപാതകം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ചെന്താമരയെ പോലീസ് പോത്തുണ്ടി ബോയൻ കോളനിയിലെത്തിച്ച് തെളിവെടുത്തു. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു തെളിവെടുപ്പ്. 3 ദിവസമാണ് കസ്റ്റഡി കാലാവധി. പോത്തുണ്ടി ബോയൻ കോളനിയിൽ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കഴിഞ്ഞ 27-നാണ് ചെന്താമര കൊലപ്പെടുത്തിയത്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 പോത്തുണ്ടി ബോയൻ കോളനിയിൽ പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് ചെന്താമരയ്ക്കൊപ്പം ഉള്ളത്. ചെന്താമര ചെയ്ത കാര്യങ്ങൾ പോലീസിന് ഭാവവ്യത്യാസം ഒട്ടുമില്ലാതെ വിവരിച്ചു നൽകി. പ്രതിയെ കാണുന്നതിനും മറ്റുമായി വലിയ രീതിയിൽ നാട്ടുകാർ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു. ചെന്താമരയുടെ വീട്ടിലാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. 11 CIമാരും 3 DYSPമാരുമടക്കം 373 പേരടങ്ങുന്ന വൻ പോലീസ് സന്നാഹമാണ് തെളിവെടുപ്പിന് നേതൃത്വം നൽകുന്നത്. ബോയൻ കോളനി, കൃത്യം നടന്ന സ്ഥലം, പ്രതിയുടെ വീട്, ഒളിവു കേന്ദ്രം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും തെളിവെടുപ്പ്. കൃത്യം പുനരാവിഷ്കരിച്ചും പോലീസ് തെളിവ് ശേഖരിക്കുന്നുണ്ട്. ചെന്താമര ഭാര്യയുമായി വേർപിരിയാനിടയായത് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയുടെ ഇടപെടൽ മൂലമാണെന്ന് വിശ്വസിച്ച ചെന്താമര 2019-ൽ സജിതയെ കൊലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കഴിഞ്ഞ 27-ന് കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം പോത്തുണ്ടി വനാന്തരത്തിൽ ഒളിച്ച പ്രതിയെ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് പിടികൂടിയത്. ആലത്തൂർ മുൻസിഫ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ആലത്തൂർ ജയിലിലേക്കും സുരക്ഷാ കാരണങ്ങളാൽ പിന്നീട് വിയ്യൂർ ജയിലിലേക്കും മാറ്റി. ഒരു പോലീസുകാരനെയും പരിസരവാസിയായ ഒരു സ്ത്രീയെയും ഉൾപ്പെടെ 5 പേരെ കൂടി കൊലപ്പെടുത്താൻ ചെന്താമര ലക്ഷ്യം വെച്ചിരുന്നു. പരമാവധി ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം പ്രതിയെ പിടികൂടിയതറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ പ്രദേശവാസികൾക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധം കനക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ചിറ്റാറ്റുകരയിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റു. ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. ബ്രഹ്മക്കുളം പൈങ്കിണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കുളിപ്പിക്കുന്നതിനിടെ പാപ്പാനെ കുത്തിയ ശേഷം ഇടഞ്ഞോടിയ ആന ആനന്ദിനെയും ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആനന്ദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പച്ചമരുന്ന് കച്ചവടക്കാരനായ ആനന്ദും ഭാര്യയും പാടത്തിരിക്കുന്നതിനിടെ ഓടിയെത്തിയ ആന ആനന്ദിനെ ആക്രമിക്കുകയായിരുന്നു. സംഭവം കണ്ട് ഭാര്യ ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആനയെ പിന്നീട് തളച്ച ശേഷം ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
അർഹരായ എല്ലാവർക്കും ഭക്ഷ്യധാന്യം ലഭ്യമാക്കുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി GR അനിൽ. കൃത്യമായ അളവിലും തൂക്കത്തിലുമാണ് റേഷൻ ലഭിക്കുന്നത് എന്ന കാര്യം സർക്കാർ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പറമ്പിക്കുളം ഗോത്രവർഗ മേഖലയിൽ റേഷൻ ഭക്ഷ്യധാന്യ നേരിട്ട് എത്തിക്കാനായി ആരംഭിച്ച സഞ്ചരിക്കുന്ന റേഷൻ കട ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി GR അനിൽ. ഒരാൾക്കും ഭക്ഷ്യധാന്യം ലഭിക്കാതിരിക്കരുത് എന്ന സമീപനമാണ് സർക്കാരിൻ്റേത്. അർഹതപ്പെട്ട കൈകളിൽ ഭക്ഷ്യധാന്യം എത്തിയെന്ന് ഉറപ്പാക്കും. ഇതിനായി സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നിരന്തര ശ്രമമാണ് നടന്നുവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 903 അതിദരിദ്രർക്ക് റേഷൻ കാർഡുകൾ നൽകാൻ കഴിഞ്ഞു. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ 9373 മുൻഗണനാ കാർഡുകൾ നൽകി. വിവിധ താലൂക്കുകളിലായി നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തുകളിൽ മുൻഗണനാ കാർഡുകളിലേക്ക് തരം മാറ്റാനായി ലഭിച്ച എല്ലാ അപേക്ഷകളിലും തീരുമാനമെടുത്തു. റേഷൻ കാർഡ് മസ്റ്ററിംഗ് പാലക്കാട് ജില്ലയിൽ 95.51% പൂർത്തീകരിച്ചതായും മന്ത്രി പറഞ്ഞു. സപ്ലൈസ് വകുപ്പിന്റെ അപേക്ഷയിൽ 143 അപേക്ഷയ്ക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയും. സംസ്ഥാനത്തൊട്ടാകെ ഏകദേശം 1 ലക്ഷത്തോളം മുൻഗണനാ കാർഡ് കൊടുക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. ഈ ജില്ലയിൽ 9772 മുൻഗണനാ കാർഡ് മാറ്റാനുള്ള അപേക്ഷകളിൽ മഹാഭൂരിപക്ഷം അപേക്ഷയും പരിഗണനാർഹമായിട്ടുള്ള അപേക്ഷകളായിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറായിരിക്കുകയാണ്. സംസ്ഥാനത്ത് 139ാമത്തെയും പാലക്കാട് ജില്ലയിലെ 3ാമത്തെയും സഞ്ചരിക്കുന്ന റേഷൻ കടയാണ് പറമ്പിക്കുളത്ത് പ്രവർത്തനം തുടങ്ങിയത്. പറമ്പിക്കുളം ടൈഗർ റിസർവിന് അകത്തുള്ള കുരിയാർകുറ്റിയിലെ 86 കുടുംബങ്ങൾക്കും പൂപ്പാറയിലെ 54 കുടുംബങ്ങൾക്കും പദ്ധതി ഗുണം ചെയ്യും. നിലവിൽ പറമ്പിക്കുളം സെൻട്രലാണ് റേഷൻ കട. കുരിയാർകുറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും പൂപ്പാറയിൽ നിന്ന് 15 കിലോമീറ്ററും സഞ്ചരിച്ചു വേണം റേഷൻ കടയിലെത്താൻ. കടയിലെത്തി റേഷൻ വാങ്ങാനുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി വനംവകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പറമ്പിക്കുളം എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ 2 വാഹനങ്ങൾ വനംവകുപ്പ് ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. പൂപ്പാറയിലേക്കും കുരിയാർകുറ്റിയിലേക്കും കൃത്യമായ അളവിലും തൂക്കത്തിലും റേഷൻ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥരുമുണ്ടാകും. മുൻകൂട്ടി തീയതി അറിയിച്ച ശേഷമാകും വാഹനത്തിൽ വിതരണത്തിനെത്തുക. പറമ്പിക്കുളം ടൈഗർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കെ ബാബു MLA അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബ്രൂവറി വിഷയം കത്തിനിൽക്കുന്ന എലപ്പുള്ളിയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് CPM നീക്കം. ബ്രൂവറിക്കെതിരെ ശക്തമായ നിലപാടാണ് കോൺഗ്രസ് ഭരണസമിതി തുടക്കം മുതൽ സ്വീകരിക്കുന്നത്. 44 വർഷം തുടർച്ചയായി CPM ഭരിച്ച എലപ്പുള്ളി പഞ്ചായത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത്. അവിശ്വാസ പ്രമേയത്തിനായി CPM ചിറ്റൂർ ബ്ലോക്ക് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 40 വർഷം CPM ഭരിച്ച എലപ്പുള്ളി പഞ്ചായത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത്. മഴനിഴൽ പ്രദേശമായ എലപ്പുള്ളിയിൽ കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ബ്രൂവറി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഭരണസമിതി രംഗത്ത് വന്നത്. ബ്രൂവറി സ്ഥാപിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചു. ബ്രൂവറി സ്ഥാപനത്തിനെതിരെ പ്രതിഷേധം വിവിധ കോണിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ CPM അവിശ്വാസ നീക്കം ആരംഭിച്ചത്. ബ്രൂവറി സ്ഥാപിക്കുന്നതിനെതിരെയുള്ള പ്രാദേശിക ജനരോഷം മറികടക്കാനായി പ്രത്യേക സ്ക്വാഡുകളായി CPM ജനമധ്യത്തിലിറങ്ങുകയും ലഘുലേഖ വിതരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതും വേണ്ടവിധം പ്രതിഫലിക്കാതെ വന്നതോടെയാണ് അവിശ്വാസ നീക്കവുമായി പാർട്ടി രംഗത്ത് വന്നത്. 22 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസ് 9, CPM 8, BJP 5 എന്നിങ്ങനെയാണ് കക്ഷിനില. അവിശ്വാസം പാസ്സാവണമെങ്കിൽ 12 അംഗങ്ങളുടെ പിന്തുണ വേണം. 5 അംഗങ്ങളുള്ള BJP ബ്രൂവറിക്കെതിരെ അനിശ്ചിതകാല സമരത്തിലാണ്. കോൺഗ്രസിനകത്ത് തർക്കങ്ങളില്ലാത്തതും BJP പ്രത്യക്ഷ സമരത്തിലായതുകൊണ്ടും ഭരണസമിതിക്ക് ഭീഷണിയില്ലെന്നാണ് വിലയിരുത്തൽ. ബ്രൂവറിക്കായി CPM നടത്തുന്ന നീക്കങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള നീക്കം കോൺഗ്രസും ആരംഭിച്ചിട്ടുണ്ട്. ഒയാസിസ് ബ്രൂവറി കമ്പനി കേരളത്തിലേക്ക് എത്തിയതു മുതലുള്ള നാൾവഴികളും സർക്കാരിന്റെ വഴിവിട്ട ഇടപെടലും ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി കോൺഗ്രസിന്റെ സ്ക്വാഡുകളും രംഗത്തിറങ്ങും. അവിശ്വാസ പ്രമേയത്തിന്മേൽ 12 ദിവസത്തിനകം ചർച്ചയുണ്ടായേക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കുളപ്പുള്ളി കിണറ്റിൻകരയിലെ വീടിനുള്ളിൽ വിവിധ ഭാഗങ്ങളിലായി സൂക്ഷിച്ച 51.04 ഗ്രാം കഞ്ചാവുമായി യുവതി അറസ്റ്റിൽ. 36 വയസ്സുള്ള കിണറ്റിൻകര വീട്ടിൽ പ്രവീണയെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടുടമയായ ഭർത്താവ് മുകേഷിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീടിന് സമീപം കഞ്ചാവ് അടങ്ങിയ പ്ലാസ്റ്റിക് കവർ കണ്ടെത്തിയ
നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് എത്തി പരിശോധന നടത്തിയത്. പോലീസ് വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞ മുകേഷിന്റെ ഭാര്യ പ്രവീണ വീട്ടിൽ സൂക്ഷിച്ച കഞ്ചാവ് ശുചിമുറിയിലെ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്ത് കളഞ്ഞതായി പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. പിന്നീട് ശുചിമുറി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മലിനജല ടാപ്പിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തു. വീട്ടിൽ നിർത്തിയിട്ട മുകേഷിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന്റെ ഡിക്കിയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്. കഞ്ചാവ് കൊണ്ടുവരുന്നതും വിൽപ്പന നടത്തുന്നതും മുകേഷാണെന്നും പോലീസ് കണ്ടെത്തി. തൃത്താല പോലീസ് സ്റ്റേഷനിൽ 2017 20 കിലോ കഞ്ചാവ് സൂക്ഷിച്ചതിന് ഇയാൾക്കെതിരെ നേരത്തെ കേസുള്ളതായി പോലീസ് പറഞ്ഞു. കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്ത പ്രവീണയെ ജാമ്യത്തിൽ വിട്ടു. മുകേഷിനെ പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. CI വി രവികുമാറിന്റെ നിർദ്ദേശപ്രകാരം SI M മഹേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ T റിയാസ്, വള്ളി മുരളി എന്നിവരടങ്ങുന്നതാണ് അന്വേഷണ സംഘം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുണ്ടന്നൂരിലെ വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ച 27 കിലോ വെടിമരുന്ന് പിടികൂടി. 2 വർഷം മുമ്പാണ് കുണ്ടന്നൂരിൽ നാടിനെ നടുക്കിയ വെടിക്കെട്ടപകടം നടന്നത്. കുണ്ടന്നൂർ സ്വദേശി പന്തങ്ങാട്ട് വീട്ടിൽ കൃഷ്ണന്റെ മകൻ സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് 2 ചാക്കുകളിലായി സൂക്ഷിച്ച 27 കിലോ കരിമരുന്നും 1000-ഓളം തിരകളും കടലാസ് ബോളുകളും പിടികൂടിയത്. വടക്കാഞ്ചേരി SHO റെജിൻ N തോമസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ രാത്രി വെടിക്കെട്ട് സാമഗ്രികൾ പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് നടപടികൾ ആരംഭിച്ചു. പിടിച്ചെടുത്ത കരിമരുന്ന് സാമഗ്രികൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. 2 വർഷങ്ങൾക്ക് മുമ്പാണ് കുണ്ടന്നൂർ മേഖലയിൽ നാടിനെ നടുക്കിയ വെടിക്കെട്ട് അപകടം നടന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ട്രെയിനിൽ ചാർജിന് വെച്ച തമിഴ്നാട് സ്വദേശിയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച ഒഡീഷ സ്വദേശി മണിക്കൂറുകൾക്കകം ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. നിലമ്പൂരിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒഡീഷ അല്ലഡിഗ്രാമ സ്വദേശിയായ 39 വയസ്സുള്ള ധരണി ബെഹ്റയെയാണ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. രാജറാണി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇന്നലെ പുലർച്ചെയാണ് തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി പാറപ്പുറം മുഹമ്മദ് അജ്മൽ എന്ന യുവാവിന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടത്. 30,000-ഓളം രൂപ വിലയുള്ള ഫോണാണ് ചാർജ് വെച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒഡീഷ സ്വദേശിയായ ധരണി ബെഹ്റ മോഷ്ടിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 10:15 പ്രതി പിടിയിലായി. ഷൊർണൂർ റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. നിലമ്പൂരിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് പ്രതിയായ 39 വയസ്സുള്ള ധരണി ബെഹ്റ. 3/2/2025 തീയതി കാലത്ത് 3:15 വന്ന രാജറാണി വണ്ടിയിൽ, നിലമ്പൂർക്ക് വന്ന രാജറാണി വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്ന മുഹമ്മദ് അജ്മൽ എന്ന വ്യക്തിയുടെ ഒരു 28,000 രൂപ വിലയുള്ള മൊബൈൽ കളവ് പോയ സംഭവിച്ചു. ഇന്നലെ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇന്ന് കാലത്ത് അതിൻ്റെ പ്രതിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ധാരണി ബെഹ്റ എന്ന ഒഡീഷ സ്വദേശിയാണ്. അയാൾ നിലമ്പൂർ ഒരു CH മില്ലിൽ പണിക്കാരനാണ്. അപ്പോൾ അയാൾ കളവ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ഇവിടെ വന്ന് ഷൊർണൂരിൽ നിന്ന് ഈ മൊബൈൽ എടുത്തു പോയി. മൊബൈലും സംഭവമെല്ലാം നമ്മൾ റിക്കവറി നടത്തി. കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ കുറ്റാന്വേഷണ രംഗത്ത് മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 2022 15 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 13 കേസിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു. 2023 21 കേസുകളിൽ 12 കേസുകളും തെളിയിച്ചു. 2024 10 കേസുകളിൽ 7 കേസുകളിൽ പ്രതികളെ പിടികൂടി. 2025 ഒരു മാസത്തിനിടെ ഇതുവരെ 3 കേസുകളാണ് പോലീസിന് മുന്നിലെത്തിയത്. ഇതിൽ 2 എണ്ണം തെളിയിക്കാൻ റെയിൽവേ പോലീസിന് കഴിഞ്ഞു. ഈ 2 കൊല്ലത്തിലാണ് ഏകദേശം 2022 ഇവിടെ നമ്മുടെ മൊത്തം പോലീസ് സ്റ്റേഷനിൽ 15, ഈ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ 15 കളവ് കേസുകളാണ് റിപ്പോർട്ടായിട്ടുള്ളത്. അതിൽ 13 കേസും നമുക്ക് ആളെ പിടിക്കാൻ പറ്റി. അതേസമയം 2023 വന്നപ്പോൾ 21 കേസ് റിപ്പോർട്ടായതിൽ 12 കേസിലാണ് പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്. 2024 10 കേസുള്ളതിൽ 7 കേസിലും പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2025 ഇപ്പോൾ ഈ വർഷത്തിൽ മൊത്തം 3 കേസുണ്ടായതിൽ 2 കേസ് നമ്മൾ പ്രതിനെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളെ ബൈക്ക് മോഷണ കേസിൽ ചെറുതുരുത്തി പോലീസ് വീണ്ടും പിടികൂടി. പെരിങ്ങോട്ട് നാഗലശ്ശേരി മഞ്ഞക്കാട്ട് വളപ്പിൽ വിജയന്റെ മകൻ 35 വയസ്സുള്ള അജീഷാണ് പോലീസ് വലയിലായത്. നിലവിൽ 15ഓളം കേസിൽ പ്രതിയാണ് അജീഷ്.
ജനുവരി 29-ാം തീയതിയാണ് ഇയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. കോഴിക്കോട് ഭാഗത്തു നിന്നും മോഷ്ടിച്ച ബൈക്കുമായി ആറ്റൂർ കമ്പനിപ്പടിക്ക് സമീപം ബൈക്കുമായി എത്തി മോഷണശ്രമം നടത്തുന്നതിനിടയിൽ നാട്ടുകാർ കാണുകയും തുടർന്ന് ചെറുതുരുത്തി പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. ചെറുതുരുത്തി SI നിഖിലിൻ്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ UR ജയശ്രീ, പോലീസ് ഓഫീസർ ഷംസുദ്ദീൻ, ഹോംഗാർഡ് നാരായണൻകുട്ടി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം അന്ധനായ ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച് 60 ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തു. മങ്കര സ്വദേശി കിണറാമക്കൽ വീട്ടിൽ 63 വയസ്സുള്ള കുഞ്ഞുമോനാണ് തട്ടിപ്പിനിരയായത്. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന എത്തിയ ഒരാൾ കുഞ്ഞുമോന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റുകൾ വാങ്ങി. ശേഷം പഴയ ലോട്ടറി ടിക്കറ്റുകൾ തിരികെ നൽകി ഇയാളെ കബളിപ്പിക്കുകയായിരുന്നു. ഇത് 4ാം തവണയാണ് കുഞ്ഞുമോനെ ഇത്തരത്തിൽ കബളിപ്പിച്ച് ലോട്ടറി തട്ടുന്നത്. ഞാനവിടെ ചായ പിടിച്ചിട്ട് വന്നിട്ട് കടയിൽ നിന്നേ ചായ പിടിച്ച് വന്ന് ഒരാൾ വണ്ടിയിൽ പോകുന്നു. ആൾ തന്നെ അവിടെ ഇറക്കിയിട്ട് 4 ടിക്കറ്റ് ആളെടുത്തു. വേറെ ഒരുത്തം വന്നിട്ട് ടിക്കറ്റ് വേണം പറഞ്ഞു. ആ കുറേ പഴയ ടിക്കറ്റൊക്കെ വെച്ചിട്ട് ഇവിടെ പോകുന്നു. ഞാൻ നോക്കി നോക്കിയപ്പോൾ 32 ടിക്കറ്റ് ഉണ്ട്. അത് നമ്മുടെ ഗ്യാസിലത്തെ പിള്ളേരുള്ളത് അവിടെ അവർ തിരഞ്ഞൊക്കെ എടുത്തു. സംഭവത്തിൽ കുഞ്ഞുമോൻ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ വിയ്യൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ക്ലാസ് മുറിയിൽ വെച്ച് മരണപ്പെട്ടു. കുണ്ടുകാട് സ്വദേശി 13 വയസ്സുള്ള കൃഷ്ണപ്രിയയാണ് മരിച്ചത്. സംഭവത്തിൽ വിയ്യൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. വിയ്യൂർ രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച കൃഷ്ണപ്രിയ. തലവേദനയെ തുടർന്ന് ബെഞ്ചിൽ തലവെച്ച് കിടന്ന വിദ്യാർത്ഥിനിയെ സഹപാഠികൾ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അധ്യാപകരും സഹപാഠികളും ചേർന്ന് കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. കുണ്ടുകാട് സ്വദേശിനിയാണ് 13 വയസ്സുള്ള കൃഷ്ണപ്രിയ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു കാവശ്ശേരി കെൽപാം റൈസ് മിൽ സന്ദർശിച്ചു. വ്യവസായ വകുപ്പിന് കീഴിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് 1.2 ഏക്കർ സ്ഥലത്ത് മിൽ നിർമ്മാണം ആരംഭിച്ചത്. മില്ലിന്റെ നിലവിലുള്ള സ്ഥിതി മന്ത്രി വിലയിരുത്തി. ഒരേ സമയം 24 ടൺ നെല്ല് പുഴുങ്ങി അരിയാക്കാവുന്ന യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വിവിധ കാരണങ്ങളാൽ പ്രവർത്തനം ആരംഭിക്കാനായിട്ടില്ല. യന്ത്രത്തിന്റെ ട്രയൽ റൺ നടത്തേണ്ടതിനെപ്പറ്റി മന്ത്രി ഉദ്യോഗസ്ഥരോട് ചർച്ച ചെയ്തു. ജലലഭ്യത, കെട്ടിടത്തിന്റെ സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ്, വൈദ്യുതി കണക്ഷൻ എന്നിങ്ങനെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ സന്ദർശനത്തിൽ മന്ത്രി വിലയിരുത്തി. KD പ്രസേനൻ MLA, കാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് കുമാർ, കെൽപാം മാനേജിംഗ് ഡയറക്ടർ വിനയകുമാർ, ചെയർമാൻ സുരേഷ് കുമാർ, സെൻട്രൽ മാനേജർ ശിവദാസ്, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഡയറക്ടർ ധർമ്മലശ്രീ, ഡെപ്യൂട്ടി ഡയറക്ടർ KK ഷാജു, ജില്ലാ ഓഫീസർ KS ശ്രീജ, ട്രെയിനിംഗ് ഇൻസ്പെക്ടർ N ബാബുരാജ്, മലമ്പുഴ ITI പ്രിൻസിപ്പാൾ M ശ്രീജിത്ത് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിലെ കോൺഗ്രസ് തോൽവിയുമായി ബന്ധപ്പെട്ട് KPCC റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. ഇക്കാര്യത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെയാണെന്നും സുനിൽകുമാർ പറഞ്ഞു. തൃശൂരിൽ 1ാം സ്ഥാനത്തെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കോൺഗ്രസ് എങ്ങനെ 3ാം സ്ഥാനത്തേക്ക് പോയെന്നറിയാൻ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് VS സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. മാധ്യമങ്ങൾക്കെതിരായ നിയമ നടപടിയോട് യോജിപ്പില്ല. അനാവശ്യ വിവാദങ്ങളുണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം UDFന് അസാധാരണ മുന്നേറ്റമുണ്ടായി. ശക്തനായ സ്ഥാനാർത്ഥിയുണ്ടായിട്ടും തൃശൂരിൽ മാത്രം എങ്ങനെ തിരിച്ചടിയുണ്ടായി? 18,000 വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികം കിട്ടി എന്നും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ 1ാം സ്ഥാനത്ത് നിന്ന് ജയിച്ച ഒരു മുന്നണി 3ാം സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് പോയി എന്നുള്ളതിന് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ആശങ്ക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾക്ക് ഒരു മുമ്പിൽ ഒരു ചോദ്യം ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDFന് അസാധാരണമായ മുന്നേറ്റം ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാം. അതൊരു ട്രെൻഡാണ്. ആ ട്രെൻഡ് എന്തുകൊണ്ടാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം പ്രതിഫലിക്കാതിരുന്നതുകൊണ്ടാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ അത് പ്രതിഫലിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവർ ജയിക്കണം, അല്ലെങ്കിൽ അവർ ഗണ്യമായ വോട്ടോടു കൂടി 2ാം സ്ഥാനത്ത് വരേണ്ടതാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
ഏറ്റവും ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി. 3-ാം സ്ഥാനത്ത് നിന്നിരുന്ന BJP 1-ാം സ്ഥാനത്തേക്ക് വന്നു. LDFന് 2019 17,000 വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു. ഇത് സാമാന്യമായി നമ്മൾ പ്രഥമ ദൃഷ്ടിയെ കാണുന്നൊരു കാര്യമാണ്. ഈ വിഷയത്തെപ്പറ്റി നടത്തിയ അന്വേഷണത്തെ സംബന്ധിച്ച് കോൺഗ്രസിനെ പോലൊരു രാഷ്ട്രീയ പാർട്ടി ഗൗരവത്തോടുകൂടി അന്വേഷിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കാൻ ഇടയാക്കിയിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് അവർ ആ റിപ്പോർട്ട് ജനങ്ങളോട് പുറത്തുവിട്ട് പറയുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പുറത്തുവിടുന്നതാണ് ഉചിതം. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു അനാവശ്യമായ ചർച്ചയിലേക്ക് വഴിവെക്കാൻ ഇടയാക്കേണ്ടതായിരുന്നില്ല. കാരണം നമ്മൾ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് BJP പോലെയുള്ള ഒരു വർഗീയ ശക്തി വിജയിക്കാനിടയാക്കിയ സാഹചര്യത്തെ സംബന്ധിച്ച് ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ട്. റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ പരസ്യപ്പെടുത്തണം. BJP പോലുള്ള വർഗീയ പാർട്ടിയുടെ വിജയത്തിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ തെരുവു നായ്ക്കൾ വിലസുന്നു. നഗരത്തിൽ യാത്രക്കാരെ അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ ആക്രമിക്കുന്നത് പതിവായതോടെ ജനങ്ങൾ ഭീതിയിലാണ്. 17, 18, 19, 20 വാർഡുകളിലാണ് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. കൗൺസിലർമാർ ഉൾപ്പെടെ നിരവധി പേർ പരാതിയുമായി നഗരസഭയിൽ എത്തിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നഗരപ്രദേശമായ 17-ാം വാർഡിൽ 50 വയസ്സുള്ള തെക്കേതിൽ സന്തോഷിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെ തെരുവുനായ്ക്കൾ ആക്രമിച്ചിരുന്നു. ഇയാളുടെ കൈക്ക് മുറിവേറ്റു. സന്തോഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവുനായ്ക്കളുടെ സ്വൈരവിഹാരമാണ് നഗരത്തിലെന്ന് ജനപ്രതിനിധികൾ ആരോപിക്കുന്നു. ABC പദ്ധതി കൃത്യമായി നഗരസഭയിൽ നടപ്പാക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. നഗരപ്രദേശത്ത് തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. ടൗണിൽ വഴിവിളക്കുകൾ പ്രവർത്തിക്കാത്തതും വലിയ ഭീഷണിയാണ്. അതിരാവിലെ നടക്കാനിറങ്ങുന്നവർക്ക് തെരുവുനായ്ക്കൾ വലിയ ഭീഷണിയായി മാറുന്നുണ്ട്. പ്രശ്നത്തിൽ 20-ാം വാർഡ് കൗൺസിലർ പ്രവീൺ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. നമുക്കറിയാം, എല്ലാ ബഡ്ജറ്റിലും 5 ലക്ഷം രൂപ ABCക്ക് വേണ്ടി വകയിരുത്തി. ഈ വകയിരുത്തൽ മാത്രമേ ഉള്ളൂ, അത് കാര്യക്ഷമമായി ഇതുവരെ നടപ്പിലാക്കുന്നില്ല. ഇപ്പോൾ ടൗണിലായാലും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ABC പ്രോഗ്രാം കൃത്യമായിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ തെരുവുനായുടെ ശല്യം നമുക്ക് തടയാൻ കഴിയും. നമ്മൾ നിരവധി തവണ അത് നഗരസഭയിൽ പറയുകയും പക്ഷേ അതിന്മേൽ യാതൊരുവിധ നടപടിയും ഇതുവരെ എടുക്കുന്നതായി കണ്ടിട്ടില്ല. ഇത്തരം സാധാരണക്കാർ തെരുവുനായ ശല്യകാരം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അതിന് പരിഹാരം അല്ലെങ്കിൽ ആശ്വാസമായി പ്രവർത്തിച്ചൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു കേരളത്തിൽ, ജസ്റ്റിസ് സിരിഗജൻ കമ്മിറ്റി. അതിപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ സാധാരണക്കാരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടാണ്. ഈ തെരുവുനാശാല കടിയേറ്റുകയും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ അധികൃതരും സർക്കാരും നഗരസഭയൊക്കെ വളരെ കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ തെരുവുനായുടെ ശല്യത്തിൻ്റെ കാര്യത്തിൽ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് CPIM വള്ളത്തോൾ നഗർ നെടുമ്പുര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം M. സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി ചുങ്കത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം ചെറുതുരുത്തി കൊച്ചിൻ പാലം ചുറ്റി ടൗണിൽ സമാപിച്ചു. പൊതുസമ്മേളനത്തിൽ KP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ CR സുധാകരൻ സ്വാഗതവും PM യൂസഫ് നന്ദിയും പറഞ്ഞു. KK വിദ്യാധരൻ, KG മോഹനൻ, അജിത രവികുമാർ, M. ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ കീഴായൂർ ലൗലി കോർണർ പാതയുടെ BM ആൻഡ് BC നിലവാരത്തിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ BC വർക്കാണ് നടക്കുന്നത്. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മഞ്ഞളുങ്ങലിൽ നിന്ന് കീഴായൂർ ലൗലി കോർണറിലേക്കുള്ള പാത വർഷങ്ങളായി തകർച്ചയിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാത ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മുഖ്യമന്ത്രിയുടെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. തകർച്ചയിലായ പാത പൊളിച്ച ശേഷമാണ് നവീകരണം നടത്തുന്നത്. BM വർക്കുകൾ കഴിഞ്ഞതോടെ ഇപ്പോൾ BC ടാറിംഗ് പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. മുഹമ്മദ് മോഹസിൻ MLA പാത സന്ദർശിച്ച് പ്രവൃത്തികൾ വിലയിരുത്തി. ആവശ്യമായ സ്ഥലങ്ങളിൽ ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് MLA പറഞ്ഞു. വളരെ നല്ല രീതിയിൽ ലൗലി കോർണർ വരെയുള്ള നിർമ്മാണത്തിന്റെ BM ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ അത്യാവശ്യം ഡ്രൈനേജ് സൗകര്യങ്ങൾ, ഐറിഷ് ട്രെയിൻ അത്യാവശ്യം വേണ്ടിടത്തൊക്കെ തന്നെ ഉണ്ട്. ഇനി അത്യാവശ്യമുള്ള ചില സ്ഥലങ്ങളിൽ കൂടി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്.
ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം വരുന്ന പാതയാണ് നവീകരിക്കുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് LSGD വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. പട്ടാമ്പി നഗരവുമായി ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബൈപ്പാസ് റോഡായും ഉപയോഗിക്കാം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. 1 മാസം മുമ്പാണ് ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണം ആരംഭിച്ചത്. യാർഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനൊപ്പം അഴുക്കുചാൽ നിർമ്മാണവും മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണവും നടക്കുന്നുണ്ട്. 80% പണികളും പൂർത്തിയായി കഴിഞ്ഞു. മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. നഗരസഭയുടെ 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ നിന്ന് 1 കോടി രൂപ വിനിയോഗിച്ചാണ് ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പൂർത്തിയാക്കുന്നത്. സ്റ്റാൻഡ് നവീകരണത്തെ തുടർന്ന് ബസ്സുകളെല്ലാം ഇപ്പോൾ റോഡിലാണ് നിർത്തിയിടുന്നത്. ഇത് നഗരത്തിൽ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. മഴക്കാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഷൊർണൂർ നഗരം കേന്ദ്രീകരിച്ച് 1600ഓളം വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടങ്ങളിൽ നിന്നുള്ള മലിനജലം പ്ലാന്റിലേക്ക് പൈപ്പ് മാർഗം എത്തിക്കാനാകുന്ന വിധത്തിലാണ് പുതിയ സംവിധാനം. പ്ലാന്റിൽ നിന്ന് ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മലിനജലം ടാങ്കറിൽ ശേഖരിച്ച് പ്ലാന്റിലെത്തിക്കും. 25 മിനിമം ലിക്വിഡ് ഡിസ്ചാർജ് ശേഷിയിലാണ് പ്ലാന്റിന്റെ നിർമ്മാണം. നഗരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ പൈപ്പ് വഴി എത്തിച്ച് റെയിൽവേ അനുവദിക്കുമെന്ന് അറിയിച്ചിരിക്കുന്ന 1 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ സംസ്കരിക്കാനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത്. എന്നാൽ ഇത് റെയിൽവേ റദ്ദാക്കിയതിനെ തുടർന്നാണ് നഗരസഭയുടെ സ്ഥലത്ത് പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനമായത്. ശുദ്ധീകരിക്കുന്ന വെള്ളം അഴുക്കുചാലിലൂടെ ഒഴുക്കിവിടും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് വികസന സെമിനാർ ചേർന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു സെമിനാർ. അംഗീകാരങ്ങളും നേട്ടങ്ങളും ഗ്രാമപഞ്ചായത്തിനെ തേടി എത്തിയിട്ടുണ്ട്. ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു മിഷനാക്കി ഏറ്റെടുത്തിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ മുഖേന നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കുന്ന ഏറ്റവും ബൃഹത്തായ ഇന്ത്യ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള പദ്ധതിയാണ് ലൈഫ്. ആ ലൈഫ് പദ്ധതിയിൽ 300 വീടുകളാണ് ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മാത്രം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നത്. ബാക്കിയുള്ള വീടുകൾ കൂടി ഈ മാസം പ്രഖ്യാപിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത്. ഭവനരഹിതരായിട്ടുള്ള ഒരു കേരളം സ്വപ്നം കാണുന്ന നമുക്ക് ആ സർക്കാരിന്റെ ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ട് വളരെ ജനകീയമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കരട് പദ്ധതി രേഖ ചടങ്ങിൽ MLA മുഹമ്മദ് മുഹസിൻ പ്രകാശനം ചെയ്തു. 2025-2026 വാർഷിക പദ്ധതിയിലെ കരട് പദ്ധതി രേഖയുമായി ബന്ധപ്പെട്ട അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിരുന്നു വികസന സെമിനാർ. ലൈഫ് ഭവന പദ്ധതി, ആരോഗ്യമേഖല, ഭിന്നശേഷി പുനരധിവാസം എന്നിവയ്ക്ക് ഇത്തവണ പദ്ധതി രേഖയിൽ വലിയ പരിഗണന നൽകിയിട്ടുണ്ട്. കാർഷിക മേഖല, വയോജനങ്ങൾക്കുള്ള സഹായം, ഗ്രാമീണ റോഡുകളുടെ നവീകരണം തുടങ്ങിയവയ്ക്കും വലിയ പരിഗണന നൽകുന്നു. അന്തിമ പദ്ധതി രേഖ ഉടൻ തയ്യാറാക്കും. സെമിനാറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ് പദ്ധതി അവതരിപ്പിച്ചു. പ്രിയ പ്രശാന്ത്, ഉണ്ണികൃഷ്ണൻ, K പുഷ്പലത, ജലജ ശശികുമാർ, P പ്രസന്ന, AK മുഹമ്മദ് അലി, KA മുജിബുദ്ദീൻ, ഹസീന, PP വിജയൻ, V ജഗദീഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വരൾച്ച സംബന്ധിച്ച ആശങ്ക നിലനിൽക്കെ ശുദ്ധജലം പാഴാകുന്നത് തടയാൻ നടപടിയെടുക്കാതെ വാട്ടർ അതോറിറ്റി. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് പ്രധാന പൈപ്പ് ലൈനിലെ വാൾവ് തകർന്ന് മാസങ്ങളോളമായി കുടിവെള്ളം പാഴാകുകയാണ്. ഏതാനും മാസങ്ങളായി കുടിവെള്ളം വ്യാപകമായി പാഴാവുകയാണിവിടെ. പ്രധാന പൈപ്പ് ലൈനിലെ വാൾവ് പൊട്ടിയാണ് കുടിവെള്ളം ചോർന്ന് കാനയിലൂടെ ഒഴുകുന്നത്. നിത്യേന ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴാകുന്നത്. ഫെബ്രുവരി മാസം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് ചൂട് രൂക്ഷമായി കഴിഞ്ഞു. പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. മെയ് മാസം അവസാനം വരെ വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന ആശങ്കകൾ നിലനിൽക്കെയാണ് ഇത്തരത്തിൽ വെള്ളം പാഴാകുന്നത് തടയാൻ ഒരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത്.
നിരവധി തവണ പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് വാർഡ് കൗൺസിലർ പ്രവീൺ കുറ്റപ്പെടുത്തി. പലതവണ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരൊക്കെ കണ്ടിട്ടുണ്ടാവും അവിടുത്തെ, പക്ഷേ യാതൊരു നടപടിയും ഇതുവരെ അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇനി വരാൻ പോകുന്നത് രൂക്ഷമായ ചിലപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോകണം. ഒരു തുള്ളി പോലും സൂക്ഷിക്കുക എന്ന് പറയുന്ന അധികൃതർ ലിറ്റർ കണക്കിന് വെള്ളമാണ് ഇവിടെ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വന്ന സമയത്ത് ഇതിലേ പോകുന്ന വഴി പോകുന്ന ഒരാൾ ഇവിടെ കയ്യും കാലും കഴുകുന്ന അവസ്ഥയാണ് നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലെന്ന് അടിക്കുന്ന വാട്ടർ അതോറിറ്റി അധികൃതരെ ശക്തമായ നടപടികൾ, സമരപരിപാടികൾ ജനപ്രതിനിധിയായി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുവെന്ന് ഞാൻ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി ഗ്രാമപഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ല. ഇതുമൂലം പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലായി എന്ന് ആരോപണം. സെക്രട്ടറി അവധിയായിട്ട് 5 മാസം പിന്നിടുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ അഭാവം പറളി പഞ്ചായത്തിലെ പല വികസന പദ്ധതികളും അവതാളത്തിലാക്കി. പ്രധാനമായും പട്ടികജാതി വിഭാഗത്തിന് വിതരണം ചെയ്യേണ്ട നിരവധി പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത്. പട്ടികജാതി വിഭാഗക്കാർക്കുള്ള കട്ടിൽ വിതരണം, വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം, ഈ വിഭാഗക്കാർക്കുള്ള വിവാഹ ധനസഹായം ഉൾപ്പെടെ ഒന്നും പറളിയിൽ വിതരണം ചെയ്തിട്ടില്ല. ഇതിനു പുറമെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി, കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള ധനസഹായം എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. ഇത്തരം പദ്ധതികൾക്കെല്ലാം അനുമതിയും അംഗീകാരവും നൽകേണ്ടത് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. പറളിയിലെ അസിസ്റ്റന്റ് സെക്രട്ടറി 5 മാസമായി അവധിയിലാണ്. ആദ്യം 14 ദിവസത്തേക്കാണ് ലീവിന് അപേക്ഷ നൽകിയത്. പിന്നീട് 14 ദിവസം തികയുമ്പോഴൊക്കെ അവധി വർദ്ധിപ്പിക്കാൻ അപേക്ഷ നൽകാറാണ് പതിവെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. സാധാരണ അസിസ്റ്റന്റ് സെക്രട്ടറി അവധിയെടുത്താൽ പകരം JS-നാണ് ചാർജ് നൽകാറുള്ളത്. എന്നാൽ പറളിയിൽ ഇതും സംഭവിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് സെക്രട്ടറിയുടെ ചാർജ് JS നൽകിയതെന്നും 2025 മാർച്ച് മാസത്തിൽ സാമ്പത്തിക വർഷം അവസാനിരിക്കെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എത്ര പദ്ധതികൾ നടപ്പാക്കാനാകുമെന്ന് പറയാനാവില്ലെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേന്ദ്ര ബജറ്റിനെതിരെ ഷൊർണൂരിൽ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധം. ബജറ്റ് വയോജന വിരുദ്ധവും ജനദ്രോഹകരവും കേരള വിരുദ്ധവുമെന്നാരോപിച്ച് SCFWA ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി അംഗം ND ദിൻഷാദ് ഉദ്ഘാടനം ചെയ്തു. 2025-26 വർഷത്തെ ബഡ്ജറ്റ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്, ജനവിരുദ്ധ ബഡ്ജറ്റാണ്, വിദ്യാർത്ഥി വിരുദ്ധ ബഡ്ജറ്റാണ്, യുവജന വിരുദ്ധ ബഡ്ജറ്റാണ്, വയോജന വിരുദ്ധ ബഡ്ജറ്റാണ് കേന്ദ്രത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്. നിലവിൽ ഈ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിനകത്തില്ല. മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KR മോഹൻദാസ് നന്ദിയും പറഞ്ഞു. ട്രഷറർ N ലോഹിതാക്ഷൻ, വൈസ് പ്രസിഡന്റ് N മുണ്ടൻ, NN സതീന്ദ്രൻ, KT രാമചന്ദ്രൻ, ഗംഗാധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേന്ദ്ര ബജറ്റിൽ സാധാരണക്കാരായ മുതിർന്ന പൗരന്മാർക്ക് 2006 മുതൽ നൽകിവരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുള്ള കേന്ദ്രവിഹിതം കേവലം 200 രൂപയിൽ നിന്ന് 1 രൂപ പോലും ഉയർത്താതെ അവഗണിച്ചതായി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. മുതിർന്ന പൗരന്മാരുടെ വെട്ടിക്കുറച്ച റെയിൽവേ യാത്രായിളവ് പുനഃസ്ഥാപിച്ചില്ല. സാമ്പത്തിക ഉപരോധത്തിലൂടെ കേരളത്തെ തകർക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നും സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുതുവടിക്കുന്ന ജോലിഭാരം, വേതനം തുച്ഛം, ഉള്ളതുതന്നെ 8 മാസമായി മുടങ്ങിക്കിടക്കുന്നു. സാക്ഷരതാ പ്രേരകന്മാർക്ക് ജീവിതം ദുരിതം. പറളിയിൽ നിന്നുമുള്ള ഒരു വാർത്തയിലേക്ക്. ഓരോ പഞ്ചായത്ത് തലത്തിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരകന്മാരാണ് അനാസ്ഥ മൂലം ദുരിത ജീവിതം നയിക്കുന്നത്. ഇവർക്ക് മാസം തോറും ഓണറേറിയമായി നൽകുന്നത് 12,000 രൂപയാണ്. ഇതിൽ 60% സംഖ്യയായ 7,200 രൂപ അതാത് ഗ്രാമപഞ്ചായത്തുകളാണ് നൽകേണ്ടത്. ബാക്കി 40% തുകയായ 4,800 രൂപ സംസ്ഥാന സാക്ഷരതാ മിഷനാണ് നൽകേണ്ടത്. എന്നാൽ സാക്ഷരതാ മിഷൻ നൽകേണ്ട തുക 8 മാസമായി വിതരണം ചെയ്യാറില്ലെന്നും മാസം തോറും ലഭിക്കുന്ന കേവലം 7,200 രൂപ കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പ്രേരകന്മാർ പറയുന്നു. വേതനം ഏറ്റവും കുറഞ്ഞ ഈ വിഭാഗക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ജോലിഭാരമെന്നും പറയുന്നു. പഞ്ചായത്തിൻ്റെ നികുതി പിരിവ് ഉൾപ്പെടെ
20 ഇനം മേഖലകളിൽ ഇവർ പണിയെടുക്കണം. എല്ലാ ദിവസവും രാവിലെ 9-ന് പണി തുടങ്ങിയാൽ വൈകുന്നേരം 6 മണിയായാലും പണി തീർന്നിട്ടുണ്ടാവില്ല എന്നാണ് പ്രേരകന്മാരുടെ പരാതി. സാക്ഷരതാ മിഷൻ നൽകാനുള്ള കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാർത്തകൾ തുടരുന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജനറൽ വിഭാഗക്കാർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. പി വിജയലക്ഷ്മി ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് വേണം പദ്ധതിയുടെ നടത്തിപ്പ് എന്നുള്ള കർശന നിർദ്ദേശമാണ്. ഒരു പുറത്ത് വയോജനങ്ങൾക്ക് വേണ്ടി ആ പദ്ധതിയിൽ ഇത്ര രൂപ മാറ്റിവെച്ചോളണം എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. 6,70,000 രൂപ ചെലവിലാണ് 162 ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ നൽകിയത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി, കമലാക്ഷി, വിനീത, വിജിത, ധന്യ, ലത, സനീഷ്, ഗ്രീഷ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പി കെ സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കുമാരനാശാൻ സ്മൃതി സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം NSS കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും വായിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഓരോ കൃതിക്കും കാലത്തിനനുസരിച്ചുള്ള വികാസമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പഴയതാണ് എന്നുള്ളത് കൊണ്ട് ഒരു കൃതിയും ശ്രേഷ്ഠമായിക്കൊള്ളണം എന്നില്ല. കുമാരനാശാൻ സ്മൃതിയിൽ NSS കോളേജ് പ്രിൻസിപ്പാൾ രാജേഷ് R അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ, ജോയിന്റ് സെക്രട്ടറി K അജിത് കുമാർ, NSS കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ KB സുമിത, ഡോക്ടർ C രാജേശ്വരി, ഡോക്ടർ EM സുരജ എന്നിവർ പ്രസംഗിച്ചു. KU ഉണ്ണിമായ നന്ദി പറഞ്ഞു. വിദ്യാർത്ഥികളായ വരദ, വൈഷ്ണവ്, മിനിത, നന്ദന എന്നിവർ ആശാൻ കവിതകൾ ആലപിച്ചു. ശ്രീമാനഭിക്ഷു വന്നു ചെന്നർപ്പിച്ചാൽ ദാഹിക്കുന്നു ബഹീമി കൃപാരസ മോഹനം കുളിർ തണ്ണീരിധാശു നീ ഓമലേ തരു തെല്ലെന്നതു കേട്ടുരാ മനോഹരി അമ്പരം നോദിനാൾ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേന്ദ്ര ബജറ്റ് ജനദ്രോഹവും കേരള വിരുദ്ധവുമാണെന്നും ആരോപിച്ച് CPIM കോട്ടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം V മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം TK ദേവദാസ്, CPIM ലോക്കൽ കമ്മിറ്റി അംഗം A സതീഷ്, C കുഞ്ഞുമോൾ എന്നിവർ സംസാരിച്ചു. പ്രയാഗ്രാജിൽ നടന്ന ശ്രീ മഹാകുംഭമേളയിൽ സ്നാനം നടത്തി തിരിച്ചെത്തിയ സന്യാസിമാരെ ഗായത്രി മഹായജ്ഞത്തിന്റെ 2ാം ദിനത്തിൽ യജ്ഞശാലയിൽ പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ചു. ഭാരത സന്യാസി സഭാ സെക്രട്ടറിയും ശ്രീ രുദ്ര ഫൗണ്ടേഷൻ ഡയറക്ടറുമായ മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി, സ്വാമി സായീശ്വരാനന്ദ സരസ്വതി, സ്വാമി ഗോപാലാനന്ദ സരസ്വതി എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ധൈഷ്ടം ച മാധിപത്യം ച മേമന്യസ്തമേ വാമസ്തമേ അമസ്തമേ അമ്പസ്തമേ ധീനാജമേ മഹിമാജമേ വരിമാജമേ പ്രതിമാജമേ വർമാജമേ ജാഗുയാജമേ വൃദ്ധഞ്ചമേ വൃത്തിഷ്ടമേ സത്യഞ്ചമേ ശ്രദ്ധാജമേ ജഗത്തമേ ധനഞ്ചമേ വസത്തമേ തുഷിഷ്ടമേ ക്രീഡാജമേ മോദസ്തമേ ജാതഞ്ചമേ ജനിഷ്യമാനന്ദമേ സുഹൃത്തഞ്ചമേ സുഗുഡഞ്ചമേ വിത്തഞ്ചമേ വിഭ്യഞ്ചമേ ഭൂതഞ്ചമേ ഭവിഷ്യത്തമേ സുഗഞ്ചമേ സുമതഞ്ചമേ ഋദ്ധഞ്ചമേ ഋത്തിഷ്ടമേ കുത്തഞ്ചമേ കുത്തിഷ്ടമേ മതിഷ്ടമേ സുമതിഷ്ടമേ ഞ്ചമേ മജത്തമേ ഭുജന്തമേ അനുകാമത്തമേ കാമത്തമേ സോമരസത്തമേ ഭദ്രന്തമേ ശ്രേയത്തമേ വസ്ത്രത്തമേ കിതത്തമേ ഭഗത്തമേ ദ്രവ്യണന്തമേ യന്താതമേ ദത്താതമേ ക്ഷേമത്തമേ ബുദ്ധിത്തമേ വിശ്വന്തമേ മഹത്തമേ സംവൃത്തമേ ജ്ഞാത്രന്തമേ
ഗംഗാജലവും ത്രിവേണി സംഗമത്തിലെ മണലും മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി യജ്ഞശാലയിലെത്തിയവർക്ക് പ്രസാദമായി നൽകി. രഞ്ജിത്ത്, സരോജിനി അമ്മ എന്നിവരെ ആദരിച്ചു. സനാതനധർമ്മ നവോത്ഥാന സമിതി സ്ഥാപകൻ മോഹൻദാസ് ആശംസകൾ അറിയിച്ചു. നിരവധി കലാകാരന്മാരെ ആദരിച്ചു. വസോർധാര, ഗായത്രി ദേവി എന്നീ വിഷയങ്ങളിൽ മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. വസോർധാരയും മഹാപൂർണാഹൂതിയും ഭക്തി നിർഭരമായി. നാരായണീയ ഏകോപന സമിതി ആചാര്യൻ അമ്പാടി സതീഷ് വസോർധാര നയിച്ചു. ഉച്ചയ്ക്ക് ശേഷം നാരായണീയ പാരായണവും ഉണ്ടായിരുന്നു. ശ്രീ വ്യാസ തപോധ്യാൻ ആശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ വില്ലോദ്രിനാഥ ക്ഷേത്രത്തിന് സമീപമാണ് ഗായത്രി മഹായജ്ഞം നടക്കുന്നത്. 11 ഹോമകുണ്ടങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആശ്രമ മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജാണ് യജ്ഞാചാര്യൻ. മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശർ ദണ്ഡിസ്വാമി, സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് എന്നിവർ നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പിയിലെ സർവീസ് പെൻഷൻകാർക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി സൈബർ ബോധവൽക്കരണ ക്ലാസും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകാതെ ഇരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകി. പട്ടാമ്പി ട്രാഫിക് SI സന്തോഷ് മുഖ്യപ്രഭാഷണവും ബോധവൽക്കരണവും നടത്തി. സ്ത്രീകളിലെ അർബുദ പരിശോധന ക്യാമ്പ് മങ്കര സബ് സെന്ററിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് പല കുടുംബങ്ങളെയും അനാഥമാക്കുന്നത് ക്യാൻസർ എന്ന മാരക രോഗമാണ്. അതുകൊണ്ട് ഗർഭാശയ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും കണ്ടെത്തുന്നതിന് പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും തയ്യാറാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. BPL കുടുംബങ്ങൾക്ക് പൂർണ്ണമായി സൗജന്യവും. വൈസ് പ്രസിഡന്റ് മല്ലിക അധ്യക്ഷത വഹിച്ചു. മങ്കര മെഡിക്കൽ ഓഫീസർ സ്ത്രീകളുടെ അർബുദത്തെക്കുറിച്ച് വിശദീകരിച്ചു. വാർഡ് മെമ്പർമാർ ആശംസകൾ അറിയിച്ചു. ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ റാലിയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനുമായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. മാതൃസംഘം പ്രസിഡന്റ് A ചിത്രലേഖ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ആൻസി എമ്മ മാത്യു, SRG കൺവീനർമാരായ V മാലിനി, ഹന്ന, P സാബു, ജിൻസി വർഗീസ്, C അനസ് ബാബു എന്നിവർ സംസാരിച്ചു. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അത് പഠിച്ച് നന്നായി പഠിച്ച് നല്ല കുട്ടികളായി വളരണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി നിർത്തുന്നു. എല്ലാവർക്കും അഭിനന്ദനം. പത്രിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലെ LP വിഭാഗം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേളയൊരുക്കി. ഫുഡുഡിയ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേളയിൽ 300-ലേറെ വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. തീയിൽ വേവിക്കാത്ത ഭക്ഷ്യമേള വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി. ഫ്രൂട്ട് സാലഡ്, പുഡിങ്ങുകൾ, അച്ചാറുകൾ, ചമ്മന്തികൾ, ഉപ്പിലിട്ടത്, അരിയുണ്ടകൾ, ഫ്രൂട്ട് എൻകാർവിംഗ്, ജ്യൂസുകൾ, ഷേക്കുകൾ, വെജിറ്റബിൾ സലാഡുകൾ, അവിൽ മിൽക്കുകൾ, സർബത്തുകൾ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ഷംസുദ്ദീൻ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ്, വൈസ് പ്രിൻസിപ്പൽ KS വിൻസെന്റ്, സീനിയർ വിഭാഗം ഹെഡ് ഉമൈവാൻ, LP വിഭാഗം ഹെഡ് ബൾക്കീസ്, ഷാജിദ് അലി, ജസ്ന PA, അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ സമീന PA നേതൃത്വം നൽകി. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പബ്ലിക് സ്കൂളിലെ LP വിഭാഗമാണ്. അതിന് നേതൃത്വം നൽകുന്ന ബൽക്കീസ് മാമും ടീച്ചേഴ്സിനും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇതിനോട് സഹകരിച്ച പേരൻസിൻ്റെ അകമഴിഞ്ഞ സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂര മഹോത്സവത്തിന്റെ ഭാഗമായി തോൽപ്പാവ് കൂത്ത് പുരോഗമിക്കുന്നു. വഴിപാട് കൂത്തിന്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികളും
ഒരുക്കുന്നത് സായാഹ്നങ്ങളിൽ ക്ഷേത്ര പരിസരം കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ കാഞ്ഞിനങ്ങാട് തെയ്യൻസ് കുടുംബം നടത്തിയ കൂത്തുവഴിപാടിനോടനുബന്ധിച്ചാണ് കൊടുങ്ങല്ലൂർ നവമാലികയുടെ മെഗാ കൈകൊട്ടിക്കളി അരങ്ങേറിയത്. ക്ഷേത്രത്തിൽ 60 വർഷത്തിലധികമായി തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന പാലപ്പുറം ബാലകൃഷ്ണ പുലവരെ കാഞ്ഞിനങ്ങാട് കുടുംബം സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഷഷ്ടിപൂർത്തിയുടെ നിറവിൽ നിൽക്കുന്ന ക്ഷേത്രത്തിലെ കുറുങ്കുഴൽ കലാകാരൻ ശങ്കരനാരായണനെ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ പരമേശ്വരൻ മാസ്റ്റർ പൊന്നാടയണിയിച്ചു. ക്ഷേത്രം സെക്രട്ടറി സി കൃഷ്ണദാസ് കീർത്തിസ്തംഭം നൽകി ആദരിച്ചു. ചടങ്ങിന് ക്ഷേത്രം പ്രസിഡന്റ് കെ പരമേശ്വരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ അങ്ങാടിക്കൽ രാഘവൻ നായർ, പയ്യനഴി ഉണ്ണികൃഷ്ണൻ, ചാങ്കത്ത് അജിത് കുമാർ, സെക്രട്ടറി ചീനിക്കത്തോടി കൃഷ്ണദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ കൂരിയിൽ ഉണ്ണികൃഷ്ണൻ, കിഴക്കേക്കര രാമദാസ്, OM ഗോപികൃഷ്ണൻ, രാജേഷ് വെള്ളോത്ത്, ട്രഷറർ അങ്ങാടിക്കൽ ശ്രീനാരായണൻ, ജോയിന്റ് ട്രഷറർ പാലുതൊടി രാവുണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നെല്ലിക്കുറിശി വാഴാലി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഫെബ്രുവരി 3 മുതൽ 10 വരെയാണ് സപ്താഹം നടക്കുന്നത്. കിഴക്കേക്കരപ്പാട്ട് ജയരാമൻ മാസ്റ്ററാണ് യജ്ഞാചാര്യൻ. സഹാചാര്യയായി പ്രമീള S നായരും കൂടെയുണ്ട്. യജ്ഞവേദിയിൽ പ്രശാന്ത് കുളപ്പള്ളിയാണ് പൂജയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ ഗണപതി ഹോമം നടന്നു. വൈകിട്ട് താലത്തോടുകൂടെ ആചാര്യന്മാരെ യജ്ഞവേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് തന്ത്രിയും യജ്ഞാചാര്യന്മാരും ചേർന്ന് നിലവിളക്ക് കൊളുത്തിയതോടെ സപ്താഹത്തിന് തുടക്കം കുറിച്ചു. എങ്ങനെ ഇരുന്ന് കേൾക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ മാഹാത്മ്യത്തിൽ പറയും. ഉറപ്പായും അത് അറിഞ്ഞിട്ട് മതിയോ നാളത്തെ കാര്യം ആലോചിക്കാതെ. അതിന് വേണ്ടിയിട്ടില്ല, നാളെ മുതൽ വരാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പൊ നമ്മുടെ 6 അധ്യായം വായിച്ചിട്ട് മാഹാത്മ്യം പറയുന്നത് നടക്കില്ല. അപ്പൊ നമ്മള് മാഹാത്മ്യത്തിന് 2 അധ്യായം വായിക്കും, അതിനുശേഷം അതിന്റെ പ്രഭാഷണം ഉണ്ടാവും. അപ്പോൾ 2 അധ്യായം പുസ്തകം ഉള്ളവര് പുസ്തകം നോക്കിയിരിക്കുക. തുടർന്ന് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് പാരായണം തുടങ്ങി. ചൊവ്വാഴ്ച വരാഹാവതാരം, ബുധനാഴ്ച കൃഷ്ണപചരിതം, വ്യാഴാഴ്ച നരസിംഹാവതാരം, വെള്ളിയാഴ്ച ശ്രീകൃഷ്ണാവതാരം, ശനിയാഴ്ച രുക്മിണി സ്വയംവരം, ഞായറാഴ്ച സർവ ഐശ്വര്യ പൂജ, തിങ്കളാഴ്ച കൽക്കി അവതാരം എന്നിവയോടെ യജ്ഞം സമാപനമാകും. സമാപന ദിവസവും പ്രതിഷ്ഠാ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി പനാവുൽ മനക്കൽ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷം തുടരുന്നു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി തിരുവാതിരക്കളി, നൃത്തസന്ധ്യ, മോഹിനിയാട്ടം എന്നിവ അരങ്ങേറി. വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. ഫെബ്രുവരി 9-ന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഷൊർണൂർ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മകരമാസ ഷഷ്ടിയോടനുബന്ധിച്ച് ഉദയാസ്തമന പൂജ നടന്നു. തന്ത്രി ബ്രഹ്മശ്രീ TNൂർ ശങ്കരനാരായണൻ ഉണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4:30 വരെ കാരക്കാട് നാരായണീയ സമിതിയുടെ നാരായണീയ പാരായണം നടന്നു. ഷഷ്ടി ഊട്ടും ഉണ്ടായിരുന്നു. രാത്രി ഭക്തിഗാനമേള, കുച്ചിപ്പുടി, തിരുവാതിരക്കളി എന്നിവയും ഒരുക്കിയിരുന്നു. പട്ടാമ്പി കൊടലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ദോഷപരിഹാര ക്രിയകളും പ്രതിഷ്ഠാ ദിനാഘോഷവും ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ നടക്കും. 14 വർഷങ്ങൾക്കു ശേഷമാണ് ക്ഷേത്രത്തിൽ കലശം നടക്കുന്നതെന്ന് ദ്രവ്യ കലശ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത്
ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ. ഫെബ്രുവരി 6 രാവിലെയും വൈകിട്ടും വിവിധ പൂജകൾ, 7 വിശേഷ പൂജകൾ, കൂടാതെ പാതിരിക്കുന്നത്തുമന നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നാഗപൂജ, സർപ്പബലി, അന്നദാനം എന്നിവ നടക്കും. ഫെബ്രുവരി 8 പ്രതിഷ്ഠാദിന സദ്യയും വിശേഷ പൂജകളുമുണ്ടാകും. പട്ടാമ്പി കൊടന്നൂര് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വരുന്ന 2025 ഫെബ്രുവരി 6, 7, 8 തീയതികളിലായിട്ട് ദ്രവ്യ കലശം ദോഷ പരിഹാര ക്രിയകളും പ്രതിഷ്ഠാദിനവും നടത്തുകയാണ്. അപ്പോൾ ഈ ദ്രവ്യ കലശത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ തന്ത്രവിധി പ്രകാരം കലശം നടത്തേണ്ടതാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവചൈതന്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് 17 വർഷമായി ശേഷം നടത്താൻ കഴിയുന്നത്. 2008 അതിന് മുന്നേ നടത്തിയിരിക്കുന്നത്. ദ്രവ്യകലശ കമ്മിറ്റി ഭാരവാഹികളായ സി സതീശൻ, PM അപ്പു, സുധാകരൻ, ശങ്കരനാരായണൻ, ശിവശങ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലോക ക്യാൻസർ ദിനത്തിൽ ഡോക്യുമെന്ററി പ്രദർശനവുമായി ചേലക്കര സ്വദേശി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. വിലയ്ക്ക് വാങ്ങുന്ന അർബുദം എന്ന നാമകരണം ചെയ്ത ഹ്രസ്വചിത്രം വിവിധയിടങ്ങളിൽ പ്രദർശിപ്പിച്ചു. ജീവിതശൈലിയിലൂടെ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ക്യാൻസറിന്റെ വ്യാപനം, അത് സമൂഹത്തിൽ ഉയർത്തുന്ന ഭീഷണിയുമാണ് പ്രമേയം. ക്യാൻസർ രംഗത്തെ പ്രഗത്ഭർ, വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ എന്നിവരെ നേരിൽ കണ്ട് ആശയവിനിമയം നടത്തിയാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത്. രോഗവിമുക്തി നേടിയവരും ഈ ഹ്രസ്വചിത്രത്തിൽ പങ്കാളികളായിട്ടുണ്ട്. സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നതിനായി ഇതിനു മുൻപും പല വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് ഹ്രസ്വചിത്രങ്ങൾ ഇദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ആശയവും സംവിധാനവും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് നിർവഹിച്ചത്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ക്യാൻസറിനെ സംബന്ധിച്ച പൊതുജനങ്ങളുടെ ഒരു അവബോധം വളർത്തിയെടുക്കുക, ആഗോളതലത്തിൽ ക്യാൻസറിന്റെ വ്യാപനവും ഇതിൻ്റെ വർധനവും കുറയ്ക്കുക, ക്യാൻസറിന്റെ ഡിറ്റക്ഷൻ, അതിൻ്റെ ചികിത്സ എന്നിവയെ സംബന്ധിച്ച ഒരു സാമൂഹ്യ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ദിനം കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലോകമെമ്പാടും തന്നെ ഏകദേശം 13.5 ദശലക്ഷം ക്യാൻസർ രോഗികൾ ഉണ്ട് എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ കേരളം ഇന്ന് ക്യാൻസർ രോഗികൾ വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. പണ്ടൊക്കെ മിസോറാമും അതുപോലെ തന്നെ ഹരിയാനയൊക്കെ ഉത്തർപ്രദേശൊക്കെ ആയിരുന്നു എങ്കിൽ പോലും ഇന്ന് കേരളമാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഡിറ്റക്റ്റ് ചെയ്യപ്പെട്ട് വരുന്നത്. ഇതിൻ്റെ എല്ലാം നമ്മൾ ശരാശരി കണക്ക് അല്ലെങ്കിൽ ശരാശരി ആവറേജ് കണക്ക് എടുത്തു നോക്കുമ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ ക്യാൻസർ രോഗികൾ വർദ്ധിച്ചു വരുന്നത് എന്ത് എന്ന് നമ്മൾ ഇനിയും പഠനങ്ങൾക്ക് വിധേയമാക്കണം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സംസ്ഥാനത്ത് കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിവിന് സർക്കാർ നീക്കം ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കിഫ്ബി ശുപാർശ അംഗീകരിച്ചതായാണ് റിപ്പോർട്ട്. 50 കോടിയിലേറെ രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡുകളിലും പാലങ്ങളിലുമാണ് ടോൾ പരിഗണിക്കുന്നത്. കിഫ്ബി റോഡിലും ടോൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ്? മാറ്റോളിയിലേക്ക്. പ്രധാന വലിയ റോഡുകൾക്ക് ടോൾ വിധിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത്, അതും ശരിയെന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ പ്രത്യേകിച്ച് ചെറിയ റോഡുകൾക്ക് ടോൾ വിധിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന അഭിപ്രായമാണ്. സാധാരണക്കാരെങ്ങനെ ബാധിക്കും? സാധാരണക്കാരനെ വളരെയധികം ബാധിക്കും. റോഡുകൾ മിക്ക റോഡുകളും വല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ ഈ ജനങ്ങൾക്ക് ഇങ്ങനെ ഇത്രയേറെ ഈ റോഡുകൾ വെച്ച് ഈ ടോൾ പിരിവ് വല്ലാത്തൊരു ജനജീവിതത്തെ ബാധിക്കുന്നുള്ള ഒരു തർക്കമില്ല. കാരണം ഇങ്ങനെ ഈ പിരിവ് നടത്തും പല രീതിയിലും പല ഫണ്ടുകൾ പിരിച്ചും അതേപോലെ തന്നെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഈ സമീപനം ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കിഫ്ബിയുടെ അക്കൗണ്ടിൽ നിന്നും വർക്ക് ചെയ്തിരിക്കുന്ന റോഡുകൾക്ക് ടോൾ പിരിവ് നടത്തുന്നത് ഇപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വർധന ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് വീണ്ടും ഒന്നുകൂടി വർധന കൂട്ടാനേ സഹായിക്കുകയുള്ളൂ. അത് മാത്രമല്ല, അത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം കഷ്ടത്തിലാവും. അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് റോഡുകൾക്ക് ടോൾ പിരിച്ച് ഒരുപാട് ടോൾ പിരിവ് കൊടുക്കുന്ന ആളുകളാണ്. അതിന് പുറമെ ഈ ഒരു ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത റോഡുകൾക്ക് കൂടി ടോൾ പിരിവ് നടത്തുന്നത് ജനങ്ങളെ വളരെയധികം കഷ്ടത്തിലാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും.
നെന്മാറ ഇരട്ടക്കൊലപാതകം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ചെന്താമരയെ പോലീസ് പോത്തുണ്ടി ബോയൻ കോളനിയിലെത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പ് വൻ പോലീസ് സന്നാഹത്തോടെ. തൃശൂർ ചിറ്റാറ്റുകരയിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. മരിച്ചത് ആലപ്പുഴ സ്വദേശി ആനന്ദ്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് ഗുരുതര പരിക്ക്. ഇടഞ്ഞത് ബ്രഹ്മക്കുളം പൈങ്കിണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ചിറക്കൽ ഗണേശൻ. ബ്രൂവറി വിഷയം കത്തിനിൽക്കുന്ന എലപ്പുള്ളിയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് CPM നീക്കം. പഞ്ചായത്ത് ഭരണസമിതി ബ്രൂവറിക്കെതിരെ സ്വീകരിക്കുന്നത് ശക്തമായ നിലപാട്. 44 വർഷത്തോളം CPM ഭരിച്ച എലപ്പുള്ളി പഞ്ചായത്ത് കോൺഗ്രസ് പിടിച്ചെടുത്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അർഹരായവർക്കെല്ലാം ഭക്ഷ്യധാന്യം ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി GR അനിൽ. കൃത്യമായ അളവിലും തൂക്കത്തിലും റേഷൻ വിതരണം ചെയ്യുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. പറമ്പിക്കുളം ഗോത്രവർഗ മേഖലയിൽ ഇനി സഞ്ചരിക്കുന്ന റേഷൻ കടയിൽ. തൃശൂരിലെ കോൺഗ്രസ് തോൽവിയുമായി ബന്ധപ്പെട്ട KPCC റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ അനാവശ്യ വിവാദമുണ്ടാക്കുന്നു. KPCC റിപ്പോർട്ട് എന്തെന്നറിയാൻ ജനങ്ങൾക്ക് താൽപര്യമുണ്ടാകുമെന്നും സുനിൽകുമാർ. ഷൊർണൂർ കുളപ്പുള്ളിയിൽ വീടിനുള്ളിൽ വിവിധ ഭാഗങ്ങളിലായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവതി അറസ്റ്റ്. കുണ്ടന്നൂരിൽ അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച 27 കിലോ വെടിമരുന്ന് വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവാവ് ബൈക്ക് മോഷണ കേസിൽ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ട്രെയിനിൽ വെച്ച് തമിഴ്നാട് സ്വദേശിയുടെ മൊബൈൽ ഫോൺ കവർന്ന ഒഡീഷ സ്വദേശിയെ മണിക്കൂറുകൾക്കകം പിടികൂടി ഷൊർണൂർ റെയിൽവേ പോലീസ്. ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണം അവസാന ഘട്ടത്തിലേക്ക്. സ്റ്റാൻഡിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണവും പുരോഗമിക്കുന്നു. ഓങ്ങല്ലൂർ മഞ്ഞളുങ്കൽ കീഴായൂർ ലൗലി കോർണർ പാതയ്ക്ക് ശാപമോഷം. 1.5 കോടിയുടെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് DC ടാറിംഗ് തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.